സ്റ്റീവിയും അവളുടെ ബ്രദർ എലിയറ്റും ഒരു ബുക്ക് വായിച്ചതിനു ശേഷം കിടന്നുറങ്ങുന്നു. കുറെ സമയം കഴിഞ്ഞ് സ്റ്റീവി എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നു. നോക്കുമ്പോൾ എലിയറ്റിന്റെ ബെഡിന് ജീവൻ വന്ന് അതൊരു ഡോഗിനെ പോലെ അവനെയും കൊണ്ട് നടക്കുന്നു. അത് കണ്ട് ഷോക്കായ സ്റ്റീവി അവനെ ഉണർത്തിയിട്ട് ലൈറ്റ് ഓൺ ചെയ്യുന്നു. എലിയറ്റ് ഉണർന്നപ്പോഴേക്കും ആ ബെഡ് അവനെയും കൊണ്ട് വീടിന്റെ ചുവര് തകർത്ത് പുറത്തേക്ക് ഓടുന്നു. അത് കണ്ട സ്റ്റീവി അവനെ രക്ഷിക്കുന്നതിനായി അവന്റെ ബെഡ്ഷീറ്റിൽ മുറുകെ പിടിക്കുന്നു. അതുകൊണ്ട് തന്നെ കട്ടിൽ ഓടുന്നതിനനുസരിച്ച് അവൾ അവിടെയും ഇവിടെയും ചെന്നിടിക്കുന്നു. അവസാനം ആ കട്ടിൽ അവരെയും കൊണ്ട് റോക്കറ്റ് പോലെ ആകാശത്തേക്ക് പറക്കുന്നു. ആകാശത്തെത്തിയതും അവർ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ കാണുന്നു. സ്റ്റീവി അതിൽ ഒരെണ്ണത്തിൽ തൊട്ടതും എല്ലാം കൂടി ഒന്നിച്ചുകൂടി ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറുന്നു. അദ്ദേഹം അവരോട്, നിങ്ങളുടെ സ്വപ്നലോകത്ത് നിങ്ങൾ എന്നെ കണ്ടെത്തിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഞാൻ സാധിച്ചു തരാമെന്ന് പറയുന്നു. എന്നിട്ട് അദ്ദേഹം മാഞ്ഞു പോകുന്നു. പെട്ടെന്ന് അവിടെ ക്ലൈമറ്റ് ചേഞ്ചായി ഇടിയും മിന്നലും ഉണ്ടാവുന്നു. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറഞ്ഞ് ആരോ അവരെ വിളിക്കുന്നു. അവർ നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവരുടെ ബെഡ് പീസ് പീസായി രണ്ടുപേരും വലിയൊരു കുഴിയിലേക്ക് എന്ന പോലെ താഴേക്ക് വീഴുന്നു. ഒരു കാറിന് പുറത്തേക്ക് വന്ന് വീണതും സ്റ്റീവി ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നു. നോക്കുമ്പോൾ എലിയറ്റും ഞെട്ടി ഉണർന്നിരിക്കുന്നു. താൻ മോശമായൊരു സ്വപ്നം കണ്ടെന്ന് അവൻ സ്റ്റീവിയോട് പറയുന്നു. അപ്പോഴാണ് അവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് ആ സ്വപ്നം കണ്ടിരിക്കുന്നത്. കാരണം അവർ നല്ല സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന സാൻഡ്മാന്റെ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ഉറങ്ങിയത്. അതുകൊണ്ട് രണ്ടുപേരും ഒന്നിച്ചാണ് ആ സ്വപ്നലോകത്തെത്തിയത്.